Yes, Binsi, good afternoon. Yes, Joyce, good afternoon. Nidumor, good afternoon. Reshma, Anusha, good afternoon. Okay, let us start. Okay, so Disha, good afternoon. Then good afternoon to all. Because teacher illa, അപ്പോൾ പകരമാണ് ഞാൻ വന്നത്. Yes. 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 Okay, let us start. Okay, അപ്പോൾ ഇതിപ്പോ പകരം വന്നുകൊണ്ട് ഞാനൊരു നിങ്ങളോട് ചോദിച്ചതാണെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി. നേരത്തെ ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ സംശയമാണ്. ചോദിച്ചിട്ടില്ല എന്നൊരു ഓർമ്മ, ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ചോദ്യം ഇതാണ്: fill in the blanks with a sudden thought. Fill in the blanks with a sudden thought. A picture is worth a dash. അർച്ചന ഞാൻ ചോദിച്ചിട്ടുണ്ട്. സുധീഷ, ഈ ചോദ്യം പിന്നെ ചോദിച്ചിട്ടില്ലല്ലോ.
ചോദിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ അത് പറഞ്ഞേക്ക്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ സുധീഷ, 8,000 words. Yes. Then Vincy Jason. Sir. Okay. ഞാനൊരു മലയാളം വാചകം പറയാം. അതിന്റെ ഇംഗ്ലീഷ് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറയാം. ചുരുങ്ങിയ വാക്ക്. സംഭവതാണ് ഓട്ടം നിർത്തുക. കുട്ടികളുമായിട്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അവർ ഓടി കളിച്ചപ്പോ അവർ പറഞ്ഞാണ് ഓട്ടം നിർത്തുക. കുട്ടികളോട് പറയാം. ഇംഗ്ലീഷ് വാക്ക്. ക്ലിയർ ആയില്ല സാർ. ക്വസ്റ്റ്യൻ എന്താണ്? ഓട്ടം നിർത്തുക. കുട്ടികളോട് പറയാണ് ഓടുന്നത് നിർത്തുക എന്ന് പറയാണ്. സ്റ്റോപ്പ് റണ്ണിങ്. സ്റ്റോപ്പ് റണ്ണിങ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഓടിയപ്പോ വേറൊരു കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് മുട്ടി. അപ്പൊ പറയാണ് മാപ്പ് പറയൂ. ബിൻസിയുടെ തന്നെയാണ്. ബിൻസി, മാപ്പ് പറയുക. Go and apologize. ചെറിയ വാക്കുകൾ, ലെങ്ത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കോമൺ ആയിട്ട് വരുന്ന വാക്കുകളായതുകൊണ്ട് ലെങ്ത് കൂടണ്ട. ലെങ്ത് കുറച്ച് പറയാം. നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വാക്ക് നമുക്ക് പറയാം. സേ സോറി. സേ സോറി. അതേ പറഞ്ഞ ഓക്കെ ഫരീദ, കറക്റ്റ് ആണ്. സേ സോറി. അടുത്തത് വളരെ മോശമായിട്ട് പെരുമാറിയ അല്ലെങ്കിൽ സത്യസന്ധമല്ലാതെ പെരുമാറിയ ഒരാളോട് പറയുന്നതാണ് സത്യസന്ധത പുലർത്തുക. സത്യസന്ധത പുലർത്തുക. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു. ബി ഹോണസ്റ്റി. ബി ഓണസ്റ്റി വേണ്ട. ബി ഓണസ്റ്റ്. HONEST. വെരി ഗുഡ്, വെരി ഗുഡ്. ബി ഓണസ്റ്റ്. ബി ഓണസ്റ്റ്. യെസ്. നിങ്ങൾ എല്ലാവരും കൂടി കുറച്ച് സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഒരാൾ മാത്രം വൈകിയാണ് എത്തിയത്. ആ വൈകി എത്തിയ ആളോട് പറയാണ്, പൊതുവെ പറയാണ് കൃത്യസമയത്ത് എത്തുക. കൃത്യസമയത്ത് എത്തുക. Come at time. Come at time. ഒന്നുകൂടി. ഓക്കെ സുധീഷ. ഓക്കെ ഫരീദ. ബി ഓൺ ടൈം. ബി ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറയും. ബി ഓൺ ടൈം. യെസ്. ഒരെണ്ണം കൂടി. ഇതുപോലെ തന്നെ ഒരാളുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അയാളോട് പറയാണ് മര്യാദ പാലിക്കുക. മര്യാദ പാലിക്കുക. യെസ് ബിൻസി, കറക്റ്റ് ആണ്. ബി പൊളൈറ്റ്. ബി പൊളൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്, കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. പത്മശ്രീ. പത്മശ്രീ. യെസ്. നീതുമോൾ. നീതുമോൾ. യെസ്. ബിന്ദു സത്യൻ. യെസ്. ഫരീദ. Yes, sir. ഓക്കെ. ഇനി ഞാൻ പറയാം. പറയുന്നത് കേട്ടോളൂ കേട്ടോ. യെസ്. കുട്ടികൾ ഓടിക്കളിക്കുകയാണ്. അപ്പോ അതിലൊരു കുട്ടിയോട് ഫരീദ പറയാണ് എന്റെ കൈ പിടിക്കുക. ഇംഗ്ലീഷിൽ പറയുന്നത് എന്റെ കൈ പിടിക്കുക.
Please hold my hand. യെസ്. അപ്പൊ പ്ലീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ദയവായി എന്റെ കൈ പിടിക്കാന്നായി, കുഴപ്പമില്ല, നോ പ്രോബ്ലം. കറക്റ്റ്. ഹോൾഡ് മൈ ഹാൻഡ്. ഹോൾഡ് മൈ ഹാൻഡ്. യെസ്. അടുത്തത് ഇത് ലെങ്ത് ആണ്. ഒഴിക്കൂ. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. Keep always good behave. പെട്ടെന്ന് ചോദിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. യെസ്, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അത് പറയാം, കറക്റ്റ് ആണ്. അത് കുറച്ചുകൂടെ നമുക്ക് ചെറുതായി പറഞ്ഞു കഴിഞ്ഞാൽ ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ബി നൈസ്. ബി നൈസ്, NIC. ബി നൈസ് ടു യുവർ ഫ്രണ്ട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഫരീദ. സിമ്പിൾ ആണ്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് പറയാണ്, ഇവിടെ നോക്കൂ. Look here. Look here. Correct. Correct. അപ്പോ താഴെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരോട് പറയുകയാണ് മുകളിലേക്ക് പോകുക. മുകളിലേക്ക് പോവുക. Go up. Go up അല്ലെങ്കിൽ go upstairs. Okay, go upstairs. പറഞ്ഞോളൂ. ഒരു പരിപാടി ഒന്ന് പ്ലാൻ ചെയ്തു, അത് വർക്കൗട്ട് ആയില്ല. അപ്പൊ വിഷമിച്ചിരിക്കുമ്പോ അവരുടെ ഇടയിൽ ഒരു കമന്റ് പോലെ ഫരീദ പറയുന്നു, വീണ്ടും എന്ത്? വീണ്ടും എന്ത്? വീണ്ടും എന്നാണോ? എന്ത്? എന്ത്? വാട്ട്? വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണോ? വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വാട്ട് അഗെയിൻ. വാട്ട് അഗെയിൻ. ഓക്കെ ഫരീദ? ഓക്കെ, 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 ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പേരൊക്കെ വിളിച്ചു, ആരും വന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചാൽ വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കുന്നവരെ വിളിക്കുക. സുധിഷ. ഓക്കെ. അപ്പോ കുറച്ച് ആളുകളുടെ ഇടയിൽ ഇരിക്കുകയാണ്. സുധീഷയും അവിടെയുണ്ട്. അപ്പൊ അതിലൊരു ആളോട് സുധീഷ പറയുകയാണ്, നിങ്ങളുടെ മുഖം തുടയ്ക്കുക. നിങ്ങളുടെ മുഖം തുടക്കുക. Wipe your face. വെരി ഗുഡ്. വൈപ്പ് യുവർ ഫേസ്. വൈപ്പ് യുവർ ഫേസ്. വൈപ്പ് ആണ്, WIPE. വൈപ്പ് യുവർ ഫേസ്. അടുത്തത് സിമ്പിൾ ആണ്, കരയരുത്. Do not cry. ഡു നോട്ട് ക്രൈ എന്ന് പറയാം, പക്ഷെ കുറച്ചുകൂടി ഭംഗി ആ ഡു നോട്ടും ഒന്ന് ഒരുമിച്ചാണ്. ഡോണ്ട് ക്രൈ. Don't cry. അതാണ് ഭംഗി. ഡോണ്ട് ക്രൈ, കരയരുത്. ഡു നോട്ട് ക്രൈ എന്ന് പറയുമ്പോൾ ഒരു ഭംഗി, ഒരു ആശ്വസിപ്പിക്കുന്നതിന്റെ ഒരു പവർ കിട്ടില്ല. ഡോണ്ട് ക്രൈ. യെസ്. ഇനി കുട്ടിയായിട്ട് പുറത്തേക്ക് പോകുമ്പോ സുധീഷയുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു, മറ്റൊരു പെൺകുട്ടിയെ കാണുന്നു. മകളോട് സുധീഷ പറയുന്നു, ആന്റിയോട് ഹായ് പറയൂ. ആന്റിയോട് ഹായ് പറയൂ. Convey my regards to your mother. യെസ്, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ മദർ. അല്ല, സുധീഷയുടെ കൂടെ നിൽക്കുന്ന സുധീഷ കൂടെ പഠിച്ച വിദ്യാർത്ഥി, സഹപാഠി. സുധീഷയുടെ കുട്ടിയോടാണ് പറയുന്നത്, ആന്റിയോട്. ഓക്കെ ബിൻസി, സേ ഹായ് ടു ആന്റി. ആന്റിയോട് ഹായ് പറയുന്നു. സേ ഹായ് ടു ആന്റി. യെസ്. ഒരെണ്ണം കൂടി. ഒരാളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോ, മടി കണ്ടു കഴിഞ്ഞപ്പോ അയാൾ ഉപദേശിക്കുന്ന രീതിയിൽ പറയുക. അയാളോട് പറയുന്നു, മടിയനാകരുത്. Don't be lazy. മടിയൻ. Don't be lazy. It's a very good, very good, very good. Don't be lazy. Okay, okay. Very good, very good. Okay, Sudhisha, very good.
Yes. Thank you, sir. Aishwarya Manish. Good afternoon, sir. Aishwarya. Okay, good afternoon. Good afternoon. ഇപ്പൊ കേട്ടല്ലോ, പറഞ്ഞു ഓരോരുത്തർ പറയുന്നത് കേട്ടല്ലോ, സിമ്പിൾ ആയ ഭാഷ. യെസ്. ഒരു പണിക്കാരനെ വിളിച്ചു, ജോലിയൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് നോക്കി, അപ്പൊ ജോലി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അയാളോട് പറയുന്നു, വേഗം ചെയ്യുക, വേഗം ചെയ്യൂ. Do your work fast. ഡു യുവർ ഫാസ്റ്റ്. കുറച്ച് വാക്കുകൾ അറിയാം വേഗത്തിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം വേഗം ചെയ്യുക എന്ന് പറയുമ്പോൾ ഡു ഇറ്റ് ക്വിക്ക്ലി. അപ്പൊ ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ ഓക്കെ, യെസ്. അപ്പോ ആ പണിയെടുക്കുന്ന ആളെ കിട്ടുമ്പോൾ പണിയുടെ സ്പീഡ് അല്പം കുറവാണെന്ന് തോന്നി. കാരണം ചിലപ്പോൾ പുള്ളിക്ക് ദാഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? പണിക്കാരനോട് ചോദിക്കുന്നു, ജോലിക്കാരനോട് ചോദിക്കുന്നു, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? യെസ്, പുറത്തൂരോട് എഴുതി സഹായിച്ചിട്ടുണ്ട്. ആർ യു thirsty? THIRSTY. Are you thirsty? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? Are you thirsty? അപ്പൊ അയാൾ നോന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാൻ ഐശ്വര്യ, നിനക്ക് വിശക്കുന്നുണ്ടോ? Are you hungry? Are you hungry? Yes, are you hungry? Yes. ഒരു യോഗ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ വിചാരിക്കുക. ഐശ്വര്യയാണ് ഡെമോൺസ്ട്രേറ്റർ. അപ്പൊ കുട്ടികളോട്, യോഗ ചെയ്ത കുട്ടികളോട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ അടച്ച് 5 വരെ എണ്ണുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് 5 വരെ എണ്ണുക. Close your eyes and count to 5. To 5. അവിടെ ഒരു കല്ല് കടിച്ചു. ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റുമോ? Close your eyes and count 5. Count 5. അപ്പോ 5 എണ്ണുക എന്നായിരിക്കും. 5 എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്, 5 വരെ എണ്ണുക. വരെ എന്നുള്ളൊരു ഇംഗ്ലീഷ് വേർഡ് ചേർത്താൽ മതി. ഓക്കെ, ടിൽ എന്ന് ചേർക്ക. ടിൽ വരെ. അപ്പൊ ക്ലോസ് യുവർ ഐസ് ആൻഡ് റൈറ്റ് എന്നുള്ളത് നമ്മൾ കൗണ്ട് നോക്കാം, എണ്ണുക നോക്കാം. ടിൽ 5. ഓക്കെ ഐശ്വര്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ദെൻ ഇനി ആർക്കാണ് താല്പര്യം? എന്നോട് ചോദിച്ചു, ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ താല്പര്യമുള്ളതാണ്. ഞാൻ ഓരോരുത്തരും വിളിക്കുകയും നിങ്ങൾ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നടക്കേടാണ്. യെസ്, സിമ്പിളായ വാചകങ്ങളാണ്. അർച്ചനാച്ചു, ആർ യു റെഡി? യെസ്, ഹു ഈസ് റെഡി? അനൂഷ, ശ്രീലക്ഷ്മി. Sir. Okay, are you ready? Yes. അപ്പൊ ഞാൻ വന്നാൽ മതിയായിരുന്നില്ലേ? ഞാൻ വിളിക്കാൻ നോക്കി കിടന്നാണ്. യെസ്, ഓക്കെ. അപ്പോ കുട്ടികളൊക്കെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ്. അപ്പൊ പറയുന്നത്, അവിടെ പോയി ഇരിക്കുക. ഒരു കൊച്ചിനോട് പറയുന്നതാണ് വീട്ടില്, അവിടെ പോയി ഇരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കുക. യെസ്. Go and sit there. Go and sit there. Correct ആണ്. Very good, very good. Go and sit there. Very good, very good, very good. Yes. ഇനി
മക്കളോട് പറയുന്നു, അവരുടെ പണി ഏൽപ്പിച്ചിരുന്നു, അതിനോട് അടുത്ത് പഠിച്ച് കൊടുക്കാൻ. നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുക. നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുക. Finish your work. ഫിനിഷ് യുവർ വർക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫിനിഷ് യുവർ വർക്ക്. സിമ്പിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി ഒരു കൗണ്ടറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും കൂടി ഒരാളെ അതിന്റെ ഇടക്കിട്ടൊക്കെ കയറി തിക്കും തിരക്കൊക്കെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ആ ആളോട് ശ്രീലക്ഷ്മി പറയാണ്, നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. Please wait for your turn. പ്ലീസ് വെയിറ്റ് ഫോർ യുവർ ടേൺ. അല്ലേ? കറക്റ്റ് ആണ്. ഒന്നുകൂടി നമുക്ക് പറയുന്നത് റെഡ്യൂസ് ചെയ്യാം. വെയിറ്റ് യുവർ ടേൺ. വെയിറ്റ് യുവർ ടേൺ. ഊഴം കേട്ടോ. വെയിറ്റ് യുവർ ടേൺ. അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെയിറ്റ് യുവർ ടേൺ. യെസ്. ഓക്കെ 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 ഓക്കെ. ഒരെണ്ണം കൂടി. കുട്ടിയുമായിട്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നു. അവിടെ ചെല്ലുന്നു. ബർത്ത്ഡേ നടക്കുന്ന ഹാളിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ കുട്ടിയോട് പറയുകയാണ്, ഐസ്ക്രീം കഴിക്കരുത്. ഐസ്ക്രീം കഴിക്കരുത്. കഴിക്കരുത്. Don't eat ice cream. Don't eat ice cream. Correct, correct, correct. Don't eat ice cream. ഒരെണ്ണം കൂടി സെയിം മോഡൽ. അവിടെ പലതും കാണും. അത് തുടരുത്. അത് തുടരുത്. Don't touch on anything. Don't touch that. Don't touch that. That okay. Okay, okay, okay. Very good, very good, very good, very good. Yes. Okay. ഇനി ആരാണ്? ജോനസ്. Who is next? Yes. Okay, ജോനസ്, ഞാൻ ചോദിക്കാം, പറഞ്ഞോളൂ. കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. അല്ല, വേണ്ട. അപ്പോ നിങ്ങളെ ഭക്ഷണം കഴിക്കുക, അല്ല, ഇതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോ അവനോട് പറയാണ്, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഞാൻ കഴിച്ചോളാം, ഇപ്പോൾ വേണ്ട. യെസ്. അപ്പൊ ജോനസിനെ സഹായിക്കേണ്ട ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ വേണ്ട. ഓക്കെ ശ്രീലക്ഷ്മി, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. Not now. Correct answer. Not now. Not now means ഇപ്പോൾ വേണ്ട. Yes, very good, very good, very good. ജോനസ്, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അവിടെ പോകൂ. അവിടെ പോകൂ. അവിടെ പോവുക. യെസ്, ഗോ ദയർ. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആൻസർ ആണ്. ഗോ ദയർ. അടുത്തത്, അവിടെ മഠത്തില് വരുന്ന കുട്ടികളോട് പറയുകയാണ്, ചുമരുകളിൽ വരയ്ക്കരുത്. ചുമരുകളിൽ വരയ്ക്കരുത്. ചുമരുകളിൽ വരയ്ക്കരുത്. Yes, don't. Don't stick. Okay, Srilakshmi, correct. Don't draw on walls. Don't draw on walls. Yes. ആ കുട്ടികളുടെ ഓക്കെ, പെയിന്റ് അടിക്കുക എന്നുള്ളത് ഡ്രോ, വരയ്ക്കാന്ന് പെയിന്റ്. ഇനി ആ കുട്ടികളുടെ മുന്നില്
കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പ്ലേറ്റിലാക്കി മുന്നിൽ കൊണ്ടു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളുടെ പഴങ്ങൾ കഴിക്കുക, നിങ്ങളുടെ പഴങ്ങൾ കഴിക്കുക. Eat your fruits. Yes, eat your fruits. Eat your fruits. Correct ആണ്. Very good, very good, very good. Okay, okay, eat your fruits. Okay, 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 very good, very good, very good, very good. Yes. Okay. ഇനി ആരാണ്? Who is next? Who is this? ഞാൻ ഈ അറ്റത്ത് ഇങ്ങനെ വിളിക്കാം. ആഷിക, ബിന്ദു സത്യൻ, അനുഷ, ബിൻസി. സർ. ഓക്കെ, അപ്പൊ ബിൻസിക്ക് രണ്ടാമത്തെ ടേൺ വരെയാണ് കേട്ടോ. യെസ്. ഓക്കെ, സംഭവം ഇതാണ്. വീട്ടില് കുറച്ച് ഗസ്റ്റ് വന്നു. ചായ കൊടുക്കുന്നതിന് മുമ്പ് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് വെള്ളം തരും. അവിടെ വീട് അത് കഴിഞ്ഞതിന് ശേഷമേ ചായ പുറകിൽ അവരുള്ളൂ. യെസ്, വെള്ളം എപ്പോഴും കൂടുതലും ചായ എപ്പോഴും വളരെ കുറവായിരിക്കും. യെസ്, അപ്പോ ആ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് അയാളോട് പറയാണ്, വെള്ളം കുടിക്കുന്നു. പ്ലീസ് ഡ്രിങ്ക് വാട്ടർ. പ്ലീസ് ഡ്രിങ്ക് വാട്ടർ. കറക്റ്റ്, കറക്റ്റ്. യെസ്, ഓക്കെ, ഓക്കെ. യെസ്, ഇനി പുറത്തു പോവുകയാണ്. അപ്പോ മകനോട് പറയുന്നു, നിങ്ങളുടെ ഷൂസ് ധരിക്കുക, അല്ലെങ്കിൽ നിന്റെ ഷൂസ് ധരിക്കുക. യെസ്, പുട്ട് യുവർ ഷൂസ്. പുട്ട് യുവർ ഷൂസ്. പുട്ട് യുവർ ഷൂസ്. അതിന്റെ അടുത്ത് ഒരു വേർഡും കൂടി ഉണ്ട്. വെയർ യുവർ ഷൂസ്. വേറെ പുട്ട് സെയിം ആയിട്ട് പിടിക്കാം. ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ കിട്ടുക. ഒരു പ്രിപ്പോസിഷൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ആപ്റ്റ്. പുട്ട് യുവർ ഷൂസ്. ആ ദൃശ്യ കറക്റ്റ്. ഓർമ്മ ലാസ്റ്റ് പുട്ട് യുവർ ഷൂസ് ഓൺ. പുട്ട് യുവർ ഷൂസ്. ഓക്കെ, 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 ഓക്കെ. Then അടുത്തത് രോഗിയായ ഒരാളുടെ അരികത്താണ് ബിൻസി വിളിക്കുന്നത് വിചാരിക്കുക. അപ്പൊ അയാളോട് പറയാണ്, നിങ്ങളുടെ മരുന്ന് കഴിക്കുക, നിങ്ങളുടെ മരുന്ന് കഴിക്കുക. ടേക്ക് യുവർ മെഡിസിൻസ്. ടേക്ക് യുവർ മെഡിസിൻ. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ടേക്ക് യുവർ മെഡിസിൻ. യെസ്. ഒരെണ്ണം കൂടി ബിൻസി. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ വീട്ടിലെ കുട്ടി കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ സ്വന്തം കുട്ടിയോട് പറയാണ്, നിന്റെ കളിപ്പാട്ടങ്ങൾ പങ്കിടുക, നിങ്ങളുടെ ഷെയർ യുവർ ടോയ്സ്. ഷെയർ യുവർ ടോയ്സ്. ഷെയർ യുവർ ടോയ്സ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ബിൻസി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സർ. യെസ്. ഷെയർ യുവർ ടോയ്സ്. പത്മശ്രീ. യെസ്, യെസ് സാർ. ആ ഓക്കെ, ഓക്കെ. ഞാൻ ചോദിക്കാം പത്മശ്രീ, ടൈപ്പ് ചെയ്താലും മതി. യെസ്. അപ്പോ കുട്ടികളൊക്കെ വീടിന്റെ അകത്ത് ഓടിക്കളിക്കുമ്പോ അവരോട് പറയുകയാണ്, ഓടരുതെന്നല്ല, അങ്ങനെ ഓടരുത്, അങ്ങനെ ഓടരുത്. അങ്ങനെ ഓടരുത്. യെസ്, പത്മശ്രീയെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാലോ. ആ ഓക്കെ ദൃശ്യ, കറക്റ്റ്. ഓക്കെ ശ്രീലക്ഷ്മി. ഡോണ്ട് റൺ ലൈക്ക് ദാറ്റ്. ഡോണ്ട് റൺ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഓടരുത്. യെസ്.
പിന്നെ ഒരു മര്യാദ ഇല്ലാത്തൊരു മനുഷ്യനോട് പത്മശ്രീ പറയുന്നു, നിങ്ങളുടെ മര്യാദ ഉപയോഗിക്കുക, നിങ്ങളുടെ മര്യാദകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ മര്യാദകൾ. കീപ് യുവർ മാനേഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. പ്ലീസ് കീപ് യുവർ മാനേഴ്സ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. അടുത്തത് കുട്ടികളോട് പറയുന്ന ഒരു ഉപദേശമാണ്. അത് പറയുന്ന കുട്ടികളോട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. യെസ്. വാഷ് യുവർ ഫുഡ് ബിഫോർ, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഫുഡ്, അല്ലെങ്കിൽ വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. യെസ്, ബിഫോർ മീൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരെണ്ണം കൂടി. അപ്പോ രാത്രി 10 മണിയായി, 11 മണിയായി, പക്ഷെ കുട്ടികൾ ഉറങ്ങാനുള്ള ഭാവമില്ല, കലപില കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട്, എല്ലാവരോടും കൂടിയായിട്ട് പറയുകയാണ്, ഉറങ്ങാൻ സമയമായി, ഉറങ്ങാൻ സമയമായി. സ്ലീപ്പ് ഓൺ ടൈം, അത് കറക്റ്റ് സമയത്ത് ഉറങ്ങുക എന്നാണ്. ടൈം ടു സ്ലീപ്പ്. ഓക്കെ, കറക്റ്റ്. ടൈം ടു സ്ലീപ്പ് ആണ്. ടൈം ടു ഗോ ടു ബെഡ്, ടൈം ടു ഗോ ടു, ടൈം ടു സ്ലീപ്പ്, രണ്ടും ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് പത്മശ്രീ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സുധീഷ, വീണ്ടും സുധീഷയിലേക്ക് വരികയാണ്. യെസ്. ബൈ ലോങ് യാത്രയ്ക്ക് പോകുന്ന ഒരാളോട് പറയുന്നതാണ്, നിങ്ങളുടെ ജാക്കറ്റ് ധരിക്കുക, നിങ്ങളുടെ ജാക്കറ്റ് ധരിക്കുക. Wear your jacket. വെയർ യുവർ ജാക്കറ്റ്, കറക്റ്റ് ആണ്. വെയർ യുവർ ജാക്കറ്റ്, നിങ്ങളുടെ ജാക്കറ്റ് ധരിക്കുക. അടുത്തത് മക്കളോട് പറയുന്നു, നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കുക, നിങ്ങളുടെ ഗൃഹപാഠം പൂർത്തിയാക്കുക. Finish your homework. കറക്റ്റ്. ഫിനിഷ് യുവർ ഹോംവർക്ക്, ഡു യുവർ ഹോംവർക്ക്, ചെയ്യുക. ഫിനിഷ് യുവർ ഹോംവർക്ക്, പൂർത്തിയാക്കാൻ പറയുമ്പോൾ ഫിനിഷ്, ഫിനിഷ് യുവർ ഹോംവർക്ക്. യെസ്. രാവിലെ പോകാൻ പോകുന്ന കുട്ടിയോട് പറയുന്നു, നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിക്കുക, നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിക്കുക. Eat your breakfast. ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. രാത്രി ഉറങ്ങാൻ പോകുന്നു. അപ്പൊ സ്വിച്ചിന്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയോട് സുധീഷ പറയുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുക, ലൈറ്റ് ഓഫ് Switch ചെയ്യുക. off the lights. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, 2 F ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ടേൺ ഓഫ്, ടേൺ ഓഫ്. ഓക്കെ ഫരീദ, ടേൺ ഓഫ് യുവർ ലൈറ്റ്. യെസ്. ഇനി പിള്ളേരെ തല്ലുപിടിക്കാം. ആ തല്ലുപിടിക്കണ കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയണം, യുദ്ധം നിർത്തുക, യുദ്ധം Don't fight. ഡോണ്ട് ഫൈറ്റ്. അപ്പൊ നിർത്തുക എന്നല്ല, യുദ്ധം ചെയ്യരുതാണ്. സ്റ്റോപ്പ് ആക്കുക. Stop the war. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ശ്രീലക്ഷ്മി. Sir. ഓക്കെ, വെരി സിമ്പിൾ ആണ് ശ്രീലക്ഷ്മിക്ക് വന്നിരിക്കുന്നത്. യെസ്. നല്ല കാറ്റും മഴയും വരികയാണ്. അപ്പോ കുട്ടിയോട് പറയുകയാണ്, വാതിലടക്കുക, വാതിൽ. യെസ്.
Close the door. Close the door. Very simple. Very good, very good, very good. Correct ആണ്. Close the door. Yes. ഇനി ഒരു ക്ഷമ കാണിക്കാത്ത ഒരാളോട് ഒരു ഉപദേശ രൂപേണ ശ്രീലക്ഷ്മി പറയുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കുക. Be patient. What's more? Be patient. Be patient. It's a correct one. Very good, very good. Be patient. That's correct. Very good. Be patient. ക്ഷമയോടെ കാത്തിരിക്കുക. Be patient. Yes. അടുത്തത് മലയാളത്തിൽ വരുമ്പോൾ ഏതാണ് ഇങ്ങനെ വരും, സ്വയം പെരുമാറുക. Behave yourself ആണോ? Behave yourself എന്ന് പറയും. Behave yourself. Behave yourself. Okay. Yes. എന്നിട്ട് ഈ അടുത്തത് ഭർത്താവിനോട് പറയാണ്, നിങ്ങളുടെ സഹോദരനെ സഹായിക്കുക. Help your brother. Help your brother. Correct ആണ്. Help your brother. ഒരെണ്ണം കൂടി. കുട്ടികളെ ബോധവൽക്കരിക്കുകയാണ്. ആ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവരോടൊരു ഉപദേശ രൂപേണ പറയുകയാണ്, നിങ്ങളുടെ മുതിർന്നവരെ ബഹുമാനിക്കുക. Respect your elders. Yes, very good. Correct ആണ്. Respect your elders. അപ്പൊ ഓക്കെ ശ്രീലക്ഷ്മി, very good. Yes, very good. Yes. Then Farida. Okay, sir. Okay, വീണ്ടും ഞാൻ ഫരീദിലേക്ക് വന്നിരിക്കുകയാണ്. യെസ്. ഇപ്പൊ കുട്ടികൾ ഭക്ഷണം കൊടുത്തു, അവർ നന്നായിട്ട് കഴിക്കുന്നില്ല, ബാലൻസ് ഒക്കെ വെച്ച് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട, ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവരോട് പറയാണ്, നിങ്ങളുടെ പ്ലേറ്റ് വൃത്തിയാക്കുക. Neat your plates. കറക്റ്റ് ആണ്. Clean your plate. Very good. അപ്പോ അതിലൊരു കുട്ടി ഭയങ്കര ഒച്ചത്തിൽ കരയുന്നു, ഒച്ചത്തിൽ നിലവിളിക്കുന്നു. അപ്പൊ അവനോട് പറയണം, നിലവിളിക്കരുത്. Don't cry. എന്നുള്ള പേരും അപ്പൊ കരയരുതായി. ഭയങ്കര ശബ്ദത്തിലാണ്. യെസ്. ഞാൻ എക്സാമ്പിൾ പറയാം. The woman is okay, so the screen. ചെറിയൊരു വാക്ക് പറയാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ പിന്നെ പറയണ്ട. യെസ്. Don't cry. കരയുക. നമുക്കൊരു നിലവിളിക്കാതെ ഒച്ചയുണ്ടാക്കുന്നതിന് പറയാറില്ലേ? ഒച്ചയുണ്ടാക്കരുത് എന്ന് പറയാറില്ലേ? Don't keep silence എന്ന് പറയും. Keep silent. Don't shout. Okay. ഒച്ചയുണ്ടാക്കി. Don't shout. അങ്ങനെ don't shout. Yes. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയാം. The woman is dash. സെന്റൻസ് ഓർത്തോ. ഫരീദിനോടാണ് ചോദ്യം. The woman is dash. ബ്രാക്കറ്റില് crying ഉണ്ട്, weeping ഉണ്ട്. WEEPH. Which is correct? Woman ആണോ പറഞ്ഞത്? The woman, രണ്ടിന്റെ അർത്ഥം കരയുക എന്നുള്ളതാണ്. The woman is dash. Woman is weeping. Weeping അല്ലേ? മോങ്ങുക എന്നുള്ളതല്ലേ weeping വരാ? മോങ്ങുക എന്നുള്ള മീനിങ് അല്ലേ weeping എന്നുള്ള വേർഡിന് വരാ? വീപ്പ് എന്ന് പറഞ്ഞ വേർഡിന് സോബിങ് എന്ന് പറയുന്നത്, സോബ്, തേങ്ങുക, ആ അർത്ഥമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളാണ് കരയുന്നത്. ചെറിയ കുട്ടികളില്ലേ, അവരാണ് നിലവിളിക്ക് കരയുന്നത്. നിങ്ങൾ ആരെങ്കിലും കരയാറില്ല? ശരിക്കും അതുപോലെ ഒന്നും കരയാറില്ലല്ലോ. മുതിർന്നു കഴിഞ്ഞാൽ കരച്ചിൽ നമ്മൾ വേറൊരു രീതിയാണ്. നമ്മൾ സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും.
അതിന് ക്രൈയിങ് എന്ന് പറയില്ല, വീപ്പിംഗ്. വീപ്പിംഗ് ആണ് കറക്റ്റ്. യെസ്. അടുത്തത്. അപ്പോ ഒരു സ്കൂളില് പരീക്ഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ലെക്ചറിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നത് എഴുതുക. റൈറ്റ് ഡൗൺ. റൈറ്റ് ഡൗൺ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല വേർഡ് അതാണ്, റൈറ്റ് ഡൗൺ. കാരണം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം റൈറ്റ് ഡൗൺ. യെസ്. അപ്പൊ അതില് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന കുട്ടികളോട് പറയാണ് അനങ്ങരുത്. ഡോണ്ട് മൂവ് എന്നുള്ളതാണോ? യെസ്, കറക്റ്റ് ആണ്. ഡോണ്ട് മൂവ്. അനങ്ങരുത്. ഡോണ്ട് മൂവ്. യെസ്. അപ്പോ ഫരീദ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി മാത്രം ഇങ്ങനെ കുസൃതി കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവനോട് അപ്പൊ ക്ലാസിന്റെ ഫ്ലോ എങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് പറയാണ് തടസ്സപ്പെടുത്തരുത്. Don't prevent. Don't prevent. പ്രിവെന്റ് എന്നുള്ള വേർഡ് മാറ്റി. അത് തടയുക എന്നാണ്. തടസ്സം വേറൊരു വാക്ക് വരും. സാധാരണ ഇതിൽ ആ വേർഡ് നമ്മുടെ പവർ സപ്ലൈ പോയി കഴിയുമ്പോൾ പ്രോഗ്രാമൊക്കെ ടിവിയിൽ എഴുതിക്കാൻ ഇന്റർഫിയർ, ഇടപെടുക എന്നാണ്. പവർ സപ്ലൈ. ഇന്ററപ്ഷൻ ഫോർ ദി പവർ സപ്ലൈ ഫെയിലിയർ. ആ വേർഡാണ് കറക്റ്റ് വേർഡ്, ഇന്ററപ്റ്റ്. തടസ്സപ്പെടുത്തരുത്. ഡോണ്ട് ഇന്ററപ്റ്റ്. ഡോണ്ട് ഇന്ററപ്റ്റ്. ഒരെണ്ണം കൂടി ചോദിക്കാം. അപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളോട് പറയുന്ന പോലെ ഉള്ളൊരു വാചകമാണ് ഞാൻ പറയുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളോട് പറയുന്ന ഒരു വാചകമായിട്ട് വിചാരിക്കുക. ശ്രദ്ധാലുവായിരിക്കുക. ശ്രദ്ധാലു. ബി കെയർഫുൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ഫരീദ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ. നെക്സ്റ്റ് ഐശ്വര്യ മനോജ്. യെസ്. ഐശ്വര്യ മനോജ് സ്ഥലത്തില്ലാന്ന് തോന്നുന്നു. അർച്ചന. അർച്ചന അമർത്തിയ സ്വിച്ച് മാറിപ്പോയി തോന്നുന്നു. യെസ്. അർച്ചന. യെസ്. അർച്ചനയെ കിട്ടിയില്ല. അപ്പൊ വീണ്ടും ഞാൻ ആദ്യത്തെ ആളിലേക്ക് വരികയാണ്. ആഷിക. യെസ്. ദെൻ അടുത്ത ആളിലോട്ട് വരാം. ജോനസ്. ആർ യു റെഡി? Yes, sir. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് ശ്രദ്ധാലുവായിരിക്കുക. ബി കെയർഫുൾ. യെസ്. അപ്പോ നിങ്ങളുടെ മഠത്തില് ഒരു ക്യാമ്പ് നടക്കണം. അപ്പൊ ക്യാമ്പിന്റെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എന്ന് വിചാരിക്കുക. അപ്പോ ആ നിർദ്ദേശങ്ങളുടെ ഇടയിൽ പറയുന്ന ഒരു വാചകമാണ് നിയമങ്ങൾ പാലിക്കുക. അവിടെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് മൊത്തത്തിൽ പറയാൻ ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിയമങ്ങൾ പാലിക്കുക. Obedience the law. ഒബീഡിയൻസ് ലോ എന്നുള്ളത് ഒന്നുകൂടി വേണമെങ്കിൽ ഒബേ എന്നാക്കാം. ഒബേ ദ ലോ. യെസ്. ഒബേ ദ ലോ. ഒബേ എന്നുള്ളതിനേക്കാൾ നല്ലൊരു വേർഡ് ഫോളോ എന്നാണ്. ഫോളോ. ഫോളോ ലോ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് അവിടെ പോകും? ഫോളോ ദ റൂൾസ്. ഫോളോ ദ റൂൾസ്. ഫോളോ ദ റൂൾസ്. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. വീണ്ടും അതേ ക്യാമ്പിൽ വന്നിരിക്കുന്ന കുട്ടികളോട് പറയുകയാണ്, ഇവിടെ എല്ലാവരെയും കാണുമ്പോഴും എന്ത് ചെയ്യണം? ചിരിച്ചു വർത്താനം പറയണം. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ അവരോട് പറയുന്ന ഒരു വാചകമാണ് പുഞ്ചിരിക്കാൻ മറക്കരുത്. പുഞ്ചിരിക്കാൻ മറക്കരുത്. Don't forget to smile. Don't forget to smile. Okay, okay, okay. Keep a smile always. Keep smiling. Correct. Don't forget to smile. Yes. Okay, okay, okay.
യെസ്. ഇനി വളരെ വികൃതിയായ ഒരു കുട്ടിയോട് പറയുന്നു, പോയി പഠിക്കേ. പോയി Go and study. Go and study. Very good, very good. Go and study. പോയി പഠിക്കുക. യെസ്. അപ്പോ ജോനസിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത മദർ സുപ്പീരിയർ ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്കുകൂടി കുട്ടികളോട് പറയുന്നു, ശ്രദ്ധയോടെ കേൾക്കുക. Listen carefully. വെരി ഗുഡ്, കറക്റ്റ് വേർഡാണ്. ലിസൺ കെയർഫുള്ളി. ലിസൺ കെയർഫുള്ളി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ്. ജോനസ്, ലിസൺ കെയർഫുള്ളി. യെസ്. ബിന്ദു സത്യൻ. ബിന്ദു സത്യൻ. Then Anusha. Anusha. Yes. Then Anusha, ചോദിക്കട്ടെ? Are you ready? Yes. Okay, okay, okay. Very good, very good. ഒരു ഉപദേശ രൂപേണ അനുഷ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലും, അവര് പലതും പറയും, തിരിച്ച് സംസാരിക്കരുത്. തിരിച്ച് സംസാരിക്കരുത്. നമ്മൾ എതിർത്ത് പറയുന്നതൊക്കെ പറയില്ലേ, ഇത് പറഞ്ഞ പോലെ തിരിച്ച് സംസാരിക്കരുത്. ഡോണ്ട്, അപ്പൊ തിരിച്ചെന്നുള്ള വീട് അവിടെ വന്നില്ല. ഡോണ്ട് സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കരുതായി. അപ്പൊ അതിനോട് തിരിച്ചെന്നുള്ളതിന് ഒരു ബാക്ക് എന്നൊരു വാക്ക് വിളിച്ചായിരുന്നു. ഡോണ്ട് ടോക്ക് ബാക്ക്. ഓക്കെ 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 ശ്രീലക്ഷ്മി. യെസ്. ഇനി വികൃതിയായിട്ടുള്ള കുട്ടികളോട് അനുഷ പറയാണ്, ഫർണിച്ചറുകളിൽ കയറരുത്. ഫർണിച്ചറുകളിൽ കയറരുത്. യെസ്. ജോനസ് കറക്റ്റ് ആണ്. ഡോണ്ട് ക്ലൈംബ്, CLIMB. ഡോണ്ട് ക്ലൈംബ് ഓൺ ഫർണിച്ചർ. ഫർണിച്ചറിന് മുകളിലേക്കല്ലേ, ക്ലൈംബ് ഓൺ ഫർണിച്ചർ. യെസ്. അനുഷ, അടുത്തത് കുട്ടികളാണ്. അവരോട് പുറത്തു പോയി കളിക്കാൻ പറഞ്ഞു, പക്ഷെ അവർ വീടിന്റെ അകത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ കുട്ടികളോട് പറയാണ്, വീടിനുള്ളിൽ ഓടരുത്. വീടിനുള്ളിൽ ഓടരുത്. യെസ്. ഡോണ്ട് റൺ ഇൻസൈഡ് റൂം. അതൊക്കെ കൂടി മാറ്റിട്ട് കറക്റ്റ് ഒരു വേർഡ് വാക്ക. അകത്ത് എന്നുള്ളതിനുള്ള ഒറ്റ വേർഡുണ്ട്. നമ്മളിപ്പോ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് പറയുന്നത്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്, ഔട്ട്ഡോർ എന്ന് പറഞ്ഞാല് പുറത്ത് കളിക്കുന്നത്. അപ്പൊ അത് ഇൻഡോർ എന്നാണ്. ഡോണ്ട് റൺ ഇൻഡോർ. ഡോർ റൺ ഇൻഡോർ. ഔട്ട്ഡോർ അല്ല, ഔട്ട്ഡോർ വീടിന് പുറത്താണ്. വീടിന് അകത്താകുമ്പോൾ ഇൻഡോർ, അകത്ത്, ഇൻഡോർ. യെസ്. അടുത്തത് അനുഷ, സിമ്പിൾ ആണ്. നിങ്ങളുടെ മുറി വൃത്തിയാക്കുക. നിങ്ങളുടെ മുറി വൃത്തിയാക്കുക. Clean your room. Yes, Anusha, clean your room. Very good, very good, very good. Clean your room എന്ന് പറയാം. Keep your room tidy എന്ന് പറയാം. എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഈ രാവിലെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഉൾപ്പെടുത്താം. നിങ്ങളുടെ
സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുക. ഭക്ഷണം, വെള്ളം, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുത്ത് വെക്കാനുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കുട്ടികളോട് പറയുന്നു, സമയമായി, നിങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുക. നിന്റെ സ്കൂൾ, യെസ്, ഓക്കെ ഓക്കെ, പാക്ക് യുവർ സ്കൂൾ ബാഗ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആണ്. പാക്ക് യുവർ സ്കൂൾ ബാഗ്. യെസ്, ഓക്കെ അനുഷ, പാക്ക് യുവർ സ്കൂൾ ബാഗ്. യെസ്. Then അനൂഷ കഴിഞ്ഞാല് പത്മശ്രീ. ഓക്കെ, ആർ യു റെഡി? യു ആർ റെഡി. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, ഇന്ന് വേറെ ക്ലാസ് ഇല്ല. അപ്പൊ നമുക്ക് 3 മണിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. വേറെ ക്ലാസ് ഉണ്ടായിരിക്കുന്നത് 3 മണിക്ക് കേട്ടോ. യെസ്, പത്മശ്രീയോടാണ് ചോദ്യം. ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നതാണ്, നിങ്ങൾ എവിടെ പോകുന്നു? നിങ്ങൾ എവിടെ പോകുന്നു? യെസ്, കറക്റ്റ് ആൻസർ ആണ്. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. വേർ ആർ യു ഗോയിങ്? ഇനി ചെറിയ കുട്ടിയാണ്, പത്മശ്രീയുടെ കുട്ടി അടുക്കളയിലേക്ക് വരെയാണ്. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ അത് പറയുന്നു, അടുപ്പിൽ തൊടരുത്. അടുപ്പിൽ തുടരുത്. അടുപ്പിൽ തുടരുത്. യെസ്, ഫരീദ കറക്റ്റ് ആണ്. ഫരീദ എഴുതിയത് ഡോണ്ട് ടച്ച് ദ സ്റ്റവ്. ഡോണ്ട് ടച്ച് ദി സ്റ്റവ്. അടുപ്പിൽ തുടരുത്. പത്മശ്രീ അടുത്തത്. ടി വി കുട്ടികൾ ഉപദേശിക്കുകയാണ്. ടി വി അടുത്ത് കാണരുത്. ടി വി അടുത്ത് കാണരുത്. അടുത്ത് നിന്ന് കാണുക എന്നുള്ള അർത്ഥത്തിലാണ്. ടി വി അടുത്ത് കാണരുത്. ടി വി അടുത്ത് കാണരുത്. യെസ്, യെസ്, ഓക്കെ. ഡോണ്ട് വാച്ച് ടി വി ഇൻ ഫ്രണ്ട്. നേരത്തെ ശ്രീലക്ഷ്മി ഇത് കറക്റ്റ് ആണ്. അതായത് ഡോണ്ട് വാച്ച് ടി വി ക്ലോസ്ലി. ഡോണ്ട് വാച്ച് ടി വി ക്ലോസ്ലി കറക്റ്റ് ആണ് കേട്ടോ. ആദ്യം അത് ശ്രീലക്ഷ്മി എഴുതിയത്. ഓക്കെ, കറക്റ്റ്. ഡോണ്ട് വാച്ച് ടി വി ക്ലോസ്ലി. ഒരെണ്ണം കൂടി പത്മശ്രീ. പുറത്ത് കളിക്കരുത്. കുട്ടികളോട് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങരുത്, മഴയാണ്. അപ്പൊ അതുകൊണ്ട് പുറത്ത് കളിക്കരുത്. ഡോണ്ട് പ്ലേ ഔട്ട്സൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഡോണ്ട് പ്ലേ ഔട്ട്സൈഡ്. പുറത്ത് കളിക്കരുത്. യെസ്, ഓക്കെ. പത്മശ്രീ വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത ആള് സുധീഷ. ഓക്കെ, യെസ്. അപ്പോ മക്കളെ പഠിക്കാൻ പറഞ്ഞു, പഠിക്കുന്ന കാണുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ദേഷ്യം വരെയാണ്. അപ്പോ കുട്ടികളോട് ചോദിക്കുകയാണ്, ഇന്ന് നീ എന്താണ് പഠിച്ചത്? ഇന്ന് നീ എന്താണ് പഠിച്ചത്? കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. യെസ്. What have you studied today?
ഒന്നുകൂടി എഡിറ്റ് ചെയ്യും, ഒന്നുകൂടി. ഇന്ന് നീ എന്ത് പഠിച്ചുകൊണ്ടിരിക്കാവുന്നത്? ഇന്ന് വൈകുന്നേരമായി, നാളെ പരീക്ഷ എന്താ അറിയാം. അപ്പൊ ചോദിച്ചപ്പോ ചിടുങ്ങി നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോ ചോദിക്കുന്നത് അപ്പൊ കുറെ നേരം ആയില്ലേ പുസ്തകം ചുരുക്കണം. ഇന്ന് നീ എന്താണ് പഠിച്ചത്? How much did you study? യെസ്. വാട്ട് ഡിഡ് യു സ്റ്റഡി ഇന്ന്, ടുഡേ? വാട്ട് ഡിഡ് യു സ്റ്റഡി ടുഡേ എന്ന് പറയാം. വാട്ട് ഡിഡ് യു ലേൺ, LEAR, ലേൺ ടുഡേ. വാട്ട് ഡിഡ് യു സ്റ്റഡി, വാട്ട് ഡിഡ് യു സ്റ്റഡി ടുഡേ. യെസ്. അപ്പോ കൊച്ചു പറയാണ് ഞാൻ ഒന്നും പഠിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോ അവളോട് പറയാണ് അല്ലെങ്കിൽ അവനോട് പറയാണ് ഇപ്പോൾ തന്നെ ചെയ്യുക, ഇപ്പോൾ തന്നെ ചെയ്യുക. Do it now. ഡു ഇറ്റ് നൗ എന്നുള്ളതിന് മുന്നിൽ ഒരു ബലപ്പെടുത്താണ്ട് വേർഡ് കൂടി ചേർക്കാൻ പറ്റുമോ? Study now. നൗവിന്റെ തൊട്ട് റൈറ്റ് നൗ. ഓക്കെ ശ്രീലക്ഷ്മി, ഡു ഇറ്റ് റൈറ്റ് നൗ കേട്ടോ. യെസ്. അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്കി, ഡു ഇറ്റ് റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ, റൈറ്റ് നൗ. യെസ്. പിന്നെ എന്നിട്ടും കുട്ടി പഠിച്ചില്ല. അപ്പോ കിർവിച്ചിങ്ങനെ ഇരിക്കുമ്പോ എന്താണ് ചോദിക്കുമ്പോ കുട്ടിയോട് പറയാണ് എനിക്ക് നിന്നോട് ദേഷ്യമാണ്, എനിക്ക് നിന്നോട് ദേഷ്യമാണ്. I am angry at you. ഐ ആം ആംഗ്രി വിത്ത് യു എന്നാണ്, ടു യു എന്നാണ്? At you. എന്താണ് ഉദ്ദേശിക്കുന്നത്? വിത്ത്. യെസ്, കറക്റ്റ് ആണ്. ഫരീദ ടൂവും വിത്തും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ രണ്ട് സിറ്റുവേഷൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. യെസ്, വിത്ത് എ പേഴ്സൺ ടു എ തിങ്. സുധീഷ് ഒരു ഐഡിയ പറഞ്ഞു, എനിക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. സുധീഷോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊക്കെ ഉണ്ട്, പക്ഷെ സുധീഷ് പറഞ്ഞ ഐഡിയ നല്ലതാണ്. അപ്പൊ എഗ്രി ടു എന്ന് പറയും. രണ്ടാമത് മറിച്ച് സിറ്റുവേഷൻ, സുധീഷ് പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സുധീഷോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ദേഷ്യമില്ല. അപ്പൊ ഐ എഗ്രി വിത്ത്. അപ്പൊ വിത്ത് ഒരു പേഴ്സന്റെ കൂടെയും ടു ഒരു ഐഡിയയുടെ കൂടെയും വരും. യെസ്, ടു എ വിത്ത് എ പേഴ്സൺ ടു എ തിങ്. അത് അങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. യെസ്. അപ്പൊ എനിക്ക് നിന്നോട് ദേഷ്യമാണ്, ഐ ആം ആംഗ്രി വിത്ത് യു. യെസ്. എനിക്ക് നിന്റെ ഐഡിയ ഇഷ്ടപ്പെട്ട് നിന്റെ ഐഡിയയോട് ദേഷ്യമാണ് എന്നുണ്ടെങ്കിൽ ഐ ആം ആംഗ്രി ടു യുവർ ഐഡിയ. അങ്ങനെ. യെസ്. അപ്പോ കുട്ടികളോട് പഠിക്കാൻ പറഞ്ഞു, അവര് പഠിച്ചില്ല. അവരിപ്പോൾ കളിപ്പാട്ടവുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് അങ്ങനെ ചെല്ലുന്നത്. എന്നിട്ട് അവരോട് പറയാണ്, ഇത് കണ്ടു കഴിയുമ്പോൾ ദേഷ്യത്തിൽ പറയാണ്, നിന്റെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക, നിന്റെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക. Keep your toys aside. എസൈഡ് എന്നുള്ളതിനേക്കാളും നല്ലത് എവേ എന്നാണ്. Side. Keep your toys away അല്ലെങ്കിൽ put your toys away. Put your toys. Okay, put your toys. Yes. അപ്പോ കുട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. അപ്പൊ അവന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ കുട്ടിയോട് പറയുകയാണ്, നിന്റെ കളിപ്പാട്ടങ്ങൾ എടുക്കുക, നിന്റെ കളിപ്പാട്ടങ്ങൾ എടുക്കുക. Take your toys. ടേക്ക് യുവർ ടോയ്സ്. കറക്റ്റ് ആണ്. ടേക്ക് യുവർ ടോയ്സ്, നിന്റെ കളിപ്പാട്ടങ്ങൾ എടുക്കുക. ഒരെണ്ണം കൂടി. അപ്പോ അവനെടുത്തു, ഒരെണ്ണം വലിച്ചെറിഞ്ഞു. അപ്പൊ അവനോട് പറയണം, ഇത് എറിയരുത്, ഇത് എറിയരുത്. Don't throw it. Don't throw it. കറക്റ്റ് ആണ്. Don't throw it. യെസ്. അടുത്തത് തള്ളൽ. തള്ളുക എന്ന് പറഞ്ഞാല് നമ്മള് നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ആ തള്ളലല്ല, നമ്മൾ ഒരു സാധനം തള്ളി മാറ്റാൻ ഉദ്ദേശിക്കില്ല, അതാണ് തള്ളരുത്. Don't push. Don't push.
പുഷ് എന്നാണ്. ഡോണ്ട് പുഷ്, തള്ളരുത്. യെസ്, ഡോണ്ട് പുഷ്. യെസ്. അപ്പോ ജീവിതത്തിൽ വളരെ ദുഃഖം സംഭവിച്ച ഒരാളുടെ ദുഃഖം കണ്ടു കഴിഞ്ഞപ്പോൾ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ശാന്തമാവുക, ശാന്തമാവുക. Keep calm. കീപ് കാം, ബി കാം, അല്ലെങ്കിൽ കാം ഡൗൺ. കാം ഡൗൺ, CAMDOWN, കാം ഡൗൺ. ഓക്കെ സുധീഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇനി ആരാണ്? ഫരീദ. Thank you, sir. ഓക്കെ ഫരീദ. Yes, sir. ഓക്കെ, ആർ യു റെഡി? Yes, Ready. I will try. I will try. Okay, okay. Let us try. Don't worry. ഇത് വലിയ ആരൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലോ. Why are you lying? Very simple. Yes. അപ്പോ സംഭവം ഇതാണ്. പുറത്തേക്ക് പോകാൻ പോകുന്ന ഫരീദ. അപ്പോ വീട്ടിലുള്ള ഇളയ കുട്ടിയോട് പറയുകയാണ്, വസ്ത്രം ധരിക്കുക, വസ്ത്രം ധരിക്കുക. Wear your dress. വെയർ യുവർ ഡ്രസ്. ഒന്നും കൂടി ഒന്ന് ചുരുക്കാൻ പറ്റുമോ? കറക്റ്റാണ് പറഞ്ഞതല്ല. വെയർ യുവർ ഡ്രസ് കറക്റ്റ് ആണ്. വസ്ത്രം ധരിക്കുക, ഒന്നുകൂടി ഒന്ന് ചുരുക്കുക. Put your dress വരുമോ? പുട്ട് യുവർ ഡ്രസ് എന്നുള്ളത് പുട്ടോ അല്ലെ, ധരിക്കുക. Put on. ആ ശരിയാണ്. നമുക്ക് ഞാൻ ഒന്നുകൂടി ചുരുക്കിയത്, ഗെറ്റ് ഡ്രസ്ഡ്, DRESSED, ഗെറ്റ്. വസ്ത്രം മാറുക, ഗെറ്റ് ഡ്രസ്ഡ്, ഗെറ്റ് റെഡി എന്ന് പറയുന്നത്, ഗെറ്റ് ഡ്രസ്ഡ്. യെസ്. അപ്പൊ അങ്ങനെ കുട്ടികളുമായിട്ട് പുറത്തു പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഉപദേശം കൂടി കുട്ടികൾക്ക് അവിടെ ചെന്നിട്ട് പെരുമാറേണ്ടതിനെ കുറിച്ച് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അവിടെ ചെല്ലും, പല ആൾക്കാരും പലതും പറയും, പക്ഷേ പരുഷമായി പെരുമാറരുത്. Don't shout. പരുഷമായി Don't shout to others. ഷൗട്ട് ഒന്ന് കളഞ്ഞ് ഒച്ച ഉണ്ടാക്കിയതെന്നുള്ളല്ലേ. ചിലപ്പോ ശബ്ദം ഉണ്ടാക്കുന്നില്ല, പെരുമാറ്റം മോശമായിരിക്കുമല്ലോ. ആ ബോഡി ലാംഗ്വേജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പരുഷമായി പെരുമാറരുത്. ആ ശ്രീലക്ഷ്മി, അതൊന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ പറയാം? ഡോണ്ട് ബി റൂഡ്. Don't be rude. Yes, sir. യെസ്, പരുഷമായി പെരുമാറരുത്. ഡോണ്ട് ബി റൂഡ് എന്ന് എഡിറ്റ് ചെയ്താൽ നമ്മളെപ്പോഴും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക. ഇതിന്റെ അകത്ത് കുറഞ്ഞ വാക്കുകൾ. യെസ്. വീണ്ടും വന്ന ഒരാളോട് ഫരീദ പറയുന്നു, ഇവിടെ കാത്തിരിക്കും. Wait here. വെയിറ്റ് ഹിയർ കറക്റ്റ് ആണ്. വെയിറ്റ് ഹിയർ. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ ഒരാള് വേറൊരാളെ കളിയാക്കുന്നത് കണ്ടപ്പോ കളിയാക്കിയ ആളോട് പറയാണ്, കളിയാക്കരുത്. Don't mock others. ഡോണ്ട് മോക്ക്, ഡോണ്ട് Others. ടീസ് എന്ന് വേണം പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി വേറൊരാളെ വിളിക്കുകയാണ്, അത് അയാളോട് പറയാണ്, വേഗം ഇങ്ങോട്ട് വാ. Come fast. കം ഫാസ്റ്റ് അല്ലെങ്കിൽ കം ഹിയർ ക്വിക്ക്ലി. യെസ്. രണ്ടെണ്ണം കൂടിയുണ്ട്. അടുത്തത്, നുണ പറയരുത്. ഇത് വേറൊരാളോട് പറയണില്ല, നുണ പറയരുത്. Don't lie. ഡോണ്ട് ലൈ. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ലൈ എന്ന് പറയുന്ന വാക്കിന് ടെൽ ലൈ എന്ന് അർത്ഥമാണ്. അപ്പൊ ഡോണ്ട് ലൈ. യെസ്. കാറിൽ കയറി അരികത്തിരിക്കുന്ന ആള് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ അയാളോട് പറയുകയാണ്, നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. Take your seat belt. യെസ്. ടേക്ക് യുവർ സീറ്റ് ബെൽറ്റ്. വെയർ യുവർ സീറ്റ് ബെൽറ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Correct. Put your seat belt. Yes, yes. Okay, Ashika. Yes. Very good. അപ്പൊ ആ ചോദ്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി
അതല്ലാതെയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനെല്ലാം ഞാൻ മാർക്ക് രേഖപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങോട്ട് കടക്കുകയാണ്. യെസ്, ശ്രീലക്ഷ്മി ആണ്. ഇന്നിപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ക്ലാസ് ആയതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടത്. യെസ്, യെസ്. ഞാൻ കുറച്ച് ട്രൂ ഓർ ഫാൾസ് ആണ് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അതില് രണ്ടുകൂടെ നിങ്ങളോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറയുന്ന വാചകം ട്രൂ ഓർ ഫാൾസ്, അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ട്രൂ ആണെങ്കിൽ ട്രൂ, ഫാൾസ് ആണെങ്കിൽ ഫാൾസ്, അത് മാത്രം പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്: ടൈറ്റാനിക് വാസ് Titanic means Titanic film. Titanic was released in 1999. Titanic film that was released in 1999. For Sudhisha, for Srilakshmi, Bindu Satyan, അല്ലേ? സുധീഷ, ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ. യെസ്, പരിചയമുണ്ട്. ഓക്കെ 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 യെസ്, പരിചയം. ഓക്കെ, അത് ഫാൾസ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ 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 അനുഷ, അത് ഫാൾസ് ആണെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്ന് പറയാമോ അത് എന്നാണ് റിലീസായത്? 1999 റിലീസായത് പറയുമ്പോൾ ഫാൾസ്. 99. ഓക്കെ സുധീഷ, കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. 1997 അത് റിലീസ്, 1997. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. There are, okay Sudhisha, there are more stars, stars, in the universe than the grains, GRAINS, the grains on sand. There are more stars. Sudhisha, Srilakshmi, Bindu Satya. Sudhisha, Srilakshmi, Bindu Satya. ശരിയാണ്. കടൽ തീരത്ത് മണൽത്തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട്. സുധീഷ, ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ. സുധീഷ, ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ. ട്രൂ ആണ്, കറക്റ്റ് ആണ്. The speed of the light, that is faster than speed of the sound. Yes. അടുത്തത് bees, BEES, bees can see all colors except red. Bees can see all colors. Jonas, Srilakshmi, Bindu Satyan. ജോനസ്, ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ, ആഷിക ഉണ്ട് അല്ലേ? ബിന്ദു സത്യൻ, ആഷിക. യെസ്, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ ഓക്കെ, ദ ആൻസർ ഈസ് കറക്റ്റ്.
അടുത്തത് Mercury. Mercury is the hottest, HOTTest, hottest planet in our solar system. Sri Lakshmi. The false Venus ഏറ്റവും hottest. Okay. അപ്പൊ ശ്രീലക്ഷ്മി, your answer is right. Yes, Venus ആണ് hottest. Mercury അല്ല, Venus. അടുത്തത് Australia is both a country and a continent. Jonas, Bindu Satyan, Farida. Jonas, Bindu Satyan, Farida. Yes, correct answer. Yes. Other. A noun, N-O-U-N. A noun is a person, place, or a thing. Sri Lakshmi, Jonas, Bindu Satyan. Sri Lakshmi, Jonas, and Bindu Satyan. Correct answer ആണ്. നമ്മുടെ ഗ്രാമറിൽ വരുന്ന സംഗതിയാണ്. Yes. അടുത്തത് Valentine's Day. Valentine's Day is celebrated on February 14th. ശ്രീലക്ഷ്മി ഫരീദക്ക് മുമ്പായിരുന്നു. ശ്രീലക്ഷ്മി, ഫരീദ, ബിന്ദു സത്യൻ അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്. അപ്പോൾ നമ്മളുടെ യെസ് ഓർ നോ പോലെയുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അല്ലാതെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ യെസ് ഓർ നോ അവസാനിച്ചു. ഇനി നിങ്ങൾ ചോദ്യങ്ങളുടെ ആൻസർ പറയണം. യെസ്. യെസ്. ഞാൻ പറയുന്ന വേർഡുകളുടെ ഓപ്പോസിറ്റ് പറയുക. ഓപ്പോസിറ്റ്. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് വേർഡുകളുടെ ഓപ്പോസിറ്റ് പറയാൻ മതി. യെസ്. ചോദ്യം ഇതാണ്. ചീപ്പ്, CHEAP, ചീപ്പ്. അതിന്റെ ഓപ്പോസിറ്റ്. കറക്റ്റ് വേർഡ് വേറെ ഉണ്ട്. ചീപ്പ് കോസ്റ്റ്ലി ആണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ആപ്റ്റായ വേർഡ് ചീപ്പ്. സുധീഷ, ശ്രീലക്ഷ്മി, അനുഷ. സുധീഷ, ശ്രീലക്ഷ്മി, അനുഷ. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ആൻസർ ഈസ് എക്സ്പെൻസീവ്. എക്സ്പെൻസീവ്. അടുത്തത് ഏളി, EARLY, ഏളി. ഫരീദ, ശ്രീലക്ഷ്മി, സുധീഷ. ഫരീദ, ശ്രീലക്ഷ്മി ആൻഡ് സുധീഷ. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. ലേറ്റ്. കറക്റ്റ് ആൻസർ. അടുത്തത് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ. ഒറിജിനലൊക്കെയാണ്, പക്ഷെ കറക്റ്റ് വേർഡ്. യെസ്. ജോനസ്, ശ്രീലക്ഷ്മി. അതിന് മുമ്പായിരുന്നു എൻ്റെ ഇടയിൽ ജോനസ്, ശ്രീലക്ഷ്മി. യെസ്. നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ. ജോനസ്, ശ്രീലക്ഷ്മിയുടെ ഇടയിൽ ഉണ്ടായില്ലേ? യെസ്. അനുഷയാണ് അല്ലേ? അനുഷ. യെസ്. ഓക്കെ. സുധീഷ വേണ്ട.
Yes, okay. Then list. Humid, HUMID, humid. Sudisha, Bindu Satyan, Farida. Sudisha, Bindu Satyan, and Farida. Correct answer. Dry air, humidity. Humidity. Yes. Okay. Then, ഞാൻ എളുപ്പമുള്ളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. Junior, Srilakshmi, Padmasri, Anusha, അല്ലേ? Srilakshmi, Padmasri ആയിട്ട് വന്നിട്ടില്ല അല്ലേ? Padmasri, Anusha. Yes, okay, correct ആണ്. Senior. അടുത്തത് True, TRUE, true. Bindu Satyan Farida. അതിന് മുമ്പ് ആയിരുന്നു Bindu Satyan Farida Anusha. ആരായിരുന്നു Bindu Satyan Farida ഇടയില്? Sudisha, Srilakshmi. Yes. Okay. പരിഗണിച്ചത്. അടുത്തത് Rough, ROUGH, rough. Sudisha, Srilakshmi, Anusha. Sudisha, Srilakshmi, Anusha. Rough എന്ന് പറഞ്ഞാലും ഹാർഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ് സെയിം മീനിങ് ആണ്. നമ്മൾ ഓപ്പോസിറ്റ് അല്ലേ ചോദിച്ചുകൊണ്ടിരിക്കണേ. യെസ്. അടുത്തത് Innocent. അതല്ല, വേറെ കറക്റ്റ് വേർഡ് അതിനുണ്ട് ഫരീദ. Innocent. റൂഡല്ല ഫരീദ. Innocent. ഇതല്ല ജോൺസൺ. Innocent ആരും പറയാത്തോണ്ട് ഞാൻ ക്ലൂ പറയുന്നത് ജിയിലാണ് തുടങ്ങുന്നത്. ജി. ഫരീദ, സുധീഷ, ശ്രീലക്ഷ്മി. ഫരീദ, സുധീഷ, ശ്രീലക്ഷ്മി. Innocent, guilty, GUILTY, guilty. നിഷ്കളങ്കൻ, കുറ്റാരോപിതൻ. യെസ്. അടുത്തത് ലീഗൽ, LEGAL, ലീഗൽ. ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ, ഫരീദ. ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ, ഫരീദ. ആൻഡ് സുധീഷ. യെസ്, കറക്റ്റ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ ഓക്കെ, സുധീഷ. ലീഗല്, ഇല്ലീഗൽ. അടുത്തത് സക്സസ്. ഫരീദ, ശ്രീലക്ഷ്മി, ജോനസ്. ഫരീദ, ശ്രീലക്ഷ്മി, ജോനസ്. യെസ്. ഫെയിലിയർ ആണ് കറക്റ്റ്. ഫെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പോ ഓപ്പോസിറ്റ് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ ആൻസർ അത് ആരംഭിക്കേണ്ടത് വി എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. വി, വിക്ടറി, വി. അപ്പൊ വിയിൽ ആരംഭിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ആൻസർ പറയേണ്ടത്. യെസ്. ചോദ്യം ഇതാണ്, ഞാനൊരു മീനിങ് ആണ് ആദ്യം പറയുന്നത്, നിങ്ങൾ എന്റെ വൺ വേർഡ് പറഞ്ഞു. An empty position or an
available job vacancy. Yes, Sudisha. സുധീഷയ്ക്കും ഫരീദയ്ക്കും ഇടയിൽ ആരായിരുന്നു? സുധീഷ, ഫരീദ. ഞാൻ അറിയാണ്ട് വേക്കൻസി എന്ന് പറഞ്ഞു പോയി അല്ലേ? ദെൻ ശ്രീലക്ഷ്മി, അനുഷ. ശ്രീലക്ഷ്മി, ദെൻ അനുഷ. യെസ്, ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു മീനിങ് ആണ്. അതിന് വൺ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ എ serious, serious, a serious promise or pledge, pledge, pledge. A serious promise or pledge. ഓ, അതല്ല, സിയിൽ ആരംഭിക്കരുത് ജോണസ്, വിയിൽ ആരംഭിക്കും. വി ആൻസർ എപ്പോഴും വി ആണ് കൊടുക്കുക. ഓക്കെ സുധീഷ, വെരി ഗുഡ്. സുധീഷ. ശ്രീലക്ഷ്മി അവരുടെ ഇടയിൽ ആരായിരുന്നു? സുധീഷ, ശ്രീലക്ഷ്മി, അതിന്റെ ഇടയിൽ അനുഷ അല്ലെ? അനുഷ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വൗ, VOW. അടുത്തത് a word that expresses an action. A word that expresses an action. അതല്ല സുധീഷ. സുധീഷ് വേറെ മെഡിക്കൽ ചിന്തിച്ചത്. വേറെ പോട്ടെ അവിടുത്തെ കീറും പോലെ. യെസ്, ഫരീദ, കറക്റ്റ്. ഫരീദ, അനുഷ, ശ്രീലക്ഷ്മി. ഫരീദ, അനുഷ ആൻഡ് ശ്രീലക്ഷ്മി. ഞാൻ അല്പസമയം കഴിഞ്ഞിട്ടും ആരും ഉത്തരം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിലൂടെ പോട്ടെ എന്ന് ഞാൻ പറയാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. സുധീഷ, പത്മശ്രീ. അവർക്ക് മുമ്പാരായിരുന്നു? സുധീഷ, പത്മശ്രീ. ഇവർക്ക് മുമ്പാരായിരുന്നു? ഫരീദ അല്ലെ? യെസ്, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Yes, very good, very good. Yes. അടുത്തത് A thin, THIN, thin. Piece, PIEC, piece. A thin piece of fabric used to cover the face. A thin piece of fabric used to cover the face. Victim അല്ല, വേറൊരു പേരുണ്ട്. വിക്ടിം ഇല്ല എന്നാണ്. ഏതാ അവനിക്ക് പോയിട്ടുണ്ട് ഫരീദ്, ഒന്നുകൂടി ഒന്ന് നോക്ക്. യെസ്, സുധീഷ, സുധീഷ, ശ്രീലക്ഷ്മി, അനുഷ. സുധീഷ, ശ്രീലക്ഷ്മി, അനുഷ. കറക്റ്റ് ആൻസർ ആണ് VEIL, വീൽ. യെസ്. അടുത്തത് liquid, LIQUID. Liquid coating that adds, ADDS, adds shine, SHIN, shine or protection. Sudhisha, Srilakshmi, Farida. Sudhisha, Srilakshmi and Farida. Yes. ചോദ്യം ഞാൻ മുഴുവനാക്കില്ല. അതിന് മുമ്പ് തന്നെ
ഉത്തരം വന്നു കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഇന്റലിജന്റ്. ഞാൻ എന്നാലും വെറുതെ എന്റെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ ആ ചോദ്യം ഒന്ന് പറയണം. ലിക്വിഡ് കോട്ടിംഗ് ദാറ്റ് ആഡ്സ് ഷൈൻ ഓർ പ്രൊട്ടക്ഷൻ ടു വുഡൻ സർഫേസസ്. ഇതാണ് ചോദ്യമായിട്ടുള്ളത്. അടുത്ത ഒരെണ്ണം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എ സിമ്പിളാണ്. എ പോപ്പുലർ ഐസ്ക്രീം ഫ്ലേവർ made from Srilakshmi, Bindu Satyan, Padmasri. Srilakshmi, Bindu Satyan, Padmasri. Yes. Okay, correct answer. ഈ ചോദ്യം ഒന്ന് മുഴുവനാക്കിയേക്കാം. A popular ice cream flavor made from a type of orchid. Okay, ശരി. ഇത് നിങ്ങൾ മാർക്ക് പറയാം. വളരെ കൂടുതൽ മാർക്ക് ഉണ്ട്. 4. യെസ്. അപ്പോ ആഷിക 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആഷികക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ജോനസിന് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അനുഷയ്ക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. ദെൻ ബിന്ദു സത്യന് 11 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ബിന്ദു സത്യൻ 11 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. ദെൻ ഫരീദക്ക് 13 പോയിന്റ് ലഭിച്ചിട്ട് വെങ്കല മെഡൽ 3ാം സ്ഥാനം നേടിയിട്ടുണ്ട്. വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട് ഫരീദ. യെസ്. ഓക്കെ. യെസ്. അടുത്തത് സുധീഷയ്ക്ക് 16 ലഭിച്ചിട്ടുണ്ട്. റണ്ണറപ്പ് ആയിട്ടുണ്ട്. വെരി ഗുഡ് സുധീഷ. ശ്രീലക്ഷ്മി, യു ആർ ദ ടോപ്പ്. ശ്രീലക്ഷ്മിക്ക് വ്യക്തമായ മാർജിൻ ഉണ്ട്. 22 പോയിന്റ് 22 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനത്തിന് അർഹയായിട്ടുണ്ട്. മാർക്ക് കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നിനി വേറെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.